എനിക്കൊരിക്കലും അംഗീകരിക്കാനാകാത്ത കാര്യമാണ്. പഴയ ഗാനങ്ങൾ ബിറ്റസ് മാറ്റി റീമിക്സ് പോലെ റിലീസ് ചെയ്യുന്നതിനോട് ഞാൻ എതിരാണ്. അത് ആ ഗായകരോട് ചെയ്യുന്ന ദ്രോഹമാണ്. അടുത്ത തലമുറയാണ് നാം ഇതിലൂടെ വഞ്ചിക്കുന്നത്. രണ്ട് ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഏതാണ് ശരിയായി പാടിയത് എന്നറിയാതെ അവർ വലയേണ്ടി വരില്ലേ? 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും റീമിക്സ് ഗാനങ്ങൾ ഞാൻ ആലപിക്കില്ല. അതുപോലെ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോകൾ യുഗ്മഗാനം പോലും 2 തവണയായി എടുക്കുന്ന രീതി എന്നിവയോടും താല്പര്യമില്ല. പഴഞ്ചനെന്ന് വിളിക്കുമായിരിക്കും. പാട്ടുകൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വേദിയിൽ ചുണ്ടനക്കുന്ന പ്രവണതയോടും താൻ ഒരിക്കലും യോജിക്കില്ല എന്നും താൻ അത്തരത്തിൽ ചെയ്യില്ലെന്നും ലതിക പറഞ്ഞു. കാഴ്ചക്കാരെ വഞ്ചിക്കുന്ന രീതിയാണെന്നും ഇത് വ്യാപകമാകുന്ന ഈ കാലത്ത് ദേവരാജൻ മാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ശിക്ഷിച്ചു പോകുമായിരുന്നുവെന്നും എങ്കിൽ ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്നും